ഹലോ, വെൽക്കം ടു അവർ ചാനൽ ധ്രുവി ധോനി വ്ളോഗ്സ്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു യാത്ര പോവുകയാണ് കേട്ടോ. കുറച്ച് ദൂരെയാണ്, ഒരു മണിക്കൂറത്തെ യാത്രയുണ്ട് കേട്ടോ. കൊട്ടാരക്കരയാണ്. അപ്പോൾ അവിടത്തേക്ക് പോകാനായിട്ട് ഞങ്ങൾ രാവിലെ ഇറങ്ങി കേട്ടോ. റെഡി ആയിട്ടൊന്നുമില്ല. നമ്മുടെ വല്യമ്മയുടെ വീടിനടുത്തായിട്ടാണ് ഓഡിറ്റോറിയം. അപ്പോൾ അവിടെ ചെന്നിട്ട് റെഡി ആവാമെന്ന് വിചാരിച്ചു. അപ്പോൾ മക്കൾ വണ്ടിയിൽ കയറിയപ്പോൾ ഉണർന്നിരുന്നായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് ആ വണ്ടിയുടെ കാറ്റടിയൊക്കെ കൊണ്ടപ്പോൾ പിന്നെ ഉറങ്ങി. പിന്നെ കുറച്ച് കഴിഞ്ഞ് വീണ്ടും എഴുന്നേറ്റു. ഇങ്ങനെ ഇരിക്കുവാണ് കേട്ടോ. അപ്പം മങ്കി ക്യാപ്പൊക്കെ ഇട്ടിട്ടുണ്ട്, കാറ്റ് ചെവിയിൽ കയറാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്നൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു വഴിയിൽ നിന്നൊരു വട മേടിച്ച് കഴിച്ചു. വീണ്ടും വല്യമ്മയുടെ വീട്ടിലെത്തിയപ്പോൾ പുട്ടും പഴവും പപ്പടവും ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കുവാണ്. ഇനി ഞാൻ നിങ്ങളെ കുറച്ച് പേരെ ഒന്ന് പരിചയപ്പെടുത്തി തരാം കേട്ടോ. ചെറിയ ചെറിയ ക്ലിപ്സ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് ചേട്ടന്മാരുടെ ഭാര്യമാരാണ് കേട്ടോ. അപ്പോൾ അവരെ കാണിക്കുന്നുണ്ട്. അടുത്തതായിട്ട് ആരാണ്? അച്ഛനിങ്ങനെ ഞങ്ങൾ പോവാൻ റെഡിയായിട്ട് നിൽക്കുവാണ് കേട്ടോ. അങ്ങനെ അച്ഛൻ കുഞ്ഞിനെ ഒരാളെ എടുത്തുകൊണ്ടൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. ഇതെൻ്റെ വല്യമ്മയാണ്, അമ്മയുടെ സ്വന്തം ചേട്ടത്തിയാണ്. അവരെക്കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. ഇത് വല്യമ്മയുടെ ഹസ്ബൻഡ്, വല്യച്ഛൻ. പിന്നെ നമ്മൾ വണ്ടിയിൽ കയറി ഓഡിറ്റോറിയത്തിലോട്ട് പോവാം കേട്ടോ. സമയമായിട്ടുണ്ടായിരുന്നു. ഇതാണ് ആ ഓഡിറ്റോറിയം. എൻ്റെ കല്യാണം നടന്നത് ഈ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു കേട്ടോ. ഇവിടെ വരുമ്പം എന്തൊക്കെയോ നൊസ്റ്റാൾജിയൊക്കെ വരും. അപ്പോൾ അവിടെ ഒരു വെൽക്കം ഡ്രിങ്ക് ഉണ്ടായിരുന്നു, അതൊക്കെ കുടിച്ചു. അങ്ങനെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ കയറി ഇരിക്കുവാണ് കേട്ടോ. ചേച്ചിയും എല്ലാവരും ഉണ്ട്. ഇത് ചേട്ടന്മാരുടെ മക്കളാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ വീഡിയോയ്ക്ക് പോസൊക്കെ ചെയ്ത് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. നല്ല ആളുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ കുഞ്ഞിനെ എൻ്റെ ഇളയ വല്യമ്മയുടെ കയ്യിലോട്ട് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ടായിരുന്നു. വല്യമ്മ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കൊച്ചുമോനാണ് കേട്ടോ. വല്യമ്മയുടെ മക്കളുടെ മക്കളാണ്. അപ്പോൾ അവരിങ്ങനെ കുഞ്ഞാവളെ കണ്ടപ്പോൾ അവൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു എങ്കിലും അവളെ ഇങ്ങനെ കൊഞ്ചിക്കുവാണ് കേട്ടോ. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കുഞ്ഞുങ്ങളെന്ന് പറയുമ്പോൾ. അങ്ങനെ ഒരാളെ അടുത്ത വല്യമ്മ എടുത്തേക്കുവാണ്. അപ്പോൾ അവരെന്തൊക്കെയോ പറഞ്ഞ് നല്ല കളിയും ചിരിയൊക്കെയാണ് കേട്ടോ. വല്യമ്മ എന്തൊക്കെയോ പറഞ്ഞ് അവളെ ചിരിപ്പിക്കാൻ നോക്കുവാണ്. അപ്പോൾ വല്യമ്മയുടെ ഓരോ എക്സ്പ്രഷൻ കാണുമ്പോഴത്തേനും അവൾ നല്ല എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ അതൊക്കെ കണ്ടിങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം എൻഗേജ്മെൻറ്റിനുള്ള ആ ഒരു ചടങ്ങൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ചെക്കൻ വന്നു, പെണ്ണ് വന്നു. അങ്ങനെ അവർ ഈ മോതിരം മാറ്റാനുള്ള ആ ഒരു ഇതൊക്കെ ഇരിക്കുവാണ്. അത് കഴിഞ്ഞിട്ട് എല്ലാവരും കഴിക്കാൻ പോയി. അച്ഛനെയും ചേട്ടനെയൊക്കെ പറഞ്ഞു വിട്ടു. അവർ കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് കഴിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഞാൻ ഇവരെ രണ്ടുപേരെയും കൂടെ എടുത്ത്, ഒറ്റയ്ക്കല്ല കേട്ടോ, വല്യമ്മയ്ക്ക് അടുത്തിരിപ്പുണ്ടെങ്കിലും ഞാൻ ഇവരെ നിർത്തി ഒരു വീഡിയോ എടുക്കാമല്ലോ എന്ന് കരുതി അങ്ങനെ എടുത്തതാണ്. അടുത്താണ് നമുക്ക് സദ്യ, നമ്മുടെ മെയിൻ സംഭവം സദ്യ. നല്ല സദ്യ ആയിരുന്നു കേട്ടോ. ഞാൻ വിശദീകരിച്ച് പറഞ്ഞുതരാം. ആദ്യം നമ്മുടെ ചിപ്സ്, എന്താ അതിന് പറയുന്നത്, ശർക്കര വരട്ടി, പഴം, ഉപ്പ്, ഒരു ടിഷ്യൂ, വലിയൊരു ടിഷ്യൂ ആയിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കല്യാണത്തിന് അങ്ങനെ ഒരു ടിഷ്യൂ കാണുന്നത്. അത് കഴിഞ്ഞ് പച്ചടി, പൈനാപ്പിൾ പച്ചടി, പാവയ്ക്ക പച്ചടി, ഇതൊക്കെ കൊണ്ടുവച്ച കേട്ടോ. വിളമ്പം കുറച്ച് ടൈം എടുക്കുന്നതുകൊണ്ട് അതിൽ നിന്നൊക്കെ തൊട്ട് നക്കിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവിയൽ, മാങ്ങ അച്ചാർ, നാരങ്ങ അച്ചാർ. അത് കഴിഞ്ഞിട്ട് അടുത്തൊരു സ്പെഷ്യൽ ഒരു ഐറ്റം വിളമ്പുന്നുണ്ട് കേട്ടോ. ഇതെന്ന് വെച്ചാൽ കൂമ്പ് തോരനാണ്. കൂമ്പും പയറും കൂടെ ഇട്ടൊരു തോരനാണ്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ സദ്യയ്ക്ക് അങ്ങനെ ഒരു ഐറ്റം കാണുന്നത്. ഇതെന്ന് വെച്ചാൽ ഈന്തപ്പഴത്തിൻ്റെ അച്ചാറാണ്, നെല്ലിക്ക അച്ചാർ. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസൊക്കെ ഞാൻ ഇതിനകത്ത് ഈ ഒരു സദ്യയിൽ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പപ്പടം കൊണ്ടുവച്ചു. വെള്ളം ഇപ്പോൾ ബോട്ടിലൊക്കെ ആണെന്ന് തോന്നുന്നു. ഞാൻ കുറേ നാളായി ഇങ്ങനെ കല്യാണത്തിനൊക്കെ പോയിട്ട്. അപ്പോൾ ഇപ്പോൾ ഗ്ലാസ്സിലൊന്നും അല്ല, ഇങ്ങനെ ബോട്ടിലാണെന്ന് തോന്നുന്നു തരുന്നത്. അത് കഴിഞ്ഞിട്ട് തീയലുണ്ടായിരുന്നു, അടിപൊളി തീയലായിരുന്നു. അത് കഴിഞ്ഞൊരു സ്പെഷ്യൽ ഐറ്റം ആയിരുന്നു മുളക് പൊടിച്ചത്. നമ്മുടെ ഈ ചുട്ടമുളകുണ്ടല്ലോ, ചുട്ടമുളക് പുളിയും കൂടെ വെച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ചോറ് വന്നു, പരിപ്പ് വന്നു, പിന്നെന്താ നെയ്യ്, അതൊരു സ്പെഷ്യലാണല്ലോ. നെയ്യ് അതിനകത്ത് ഒഴിച്ചു. ഇനി നമ്മൾ കഴിക്കാൻ പോവുകയാണ്. ആ പപ്പടവും പരിപ്പും ചോറും കൂടെയൊക്കെ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ സദ്യ തുടങ്ങുവാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ എല്ലാ ഐറ്റംസും വാങ്ങി കേട്ടോ. ആ സദ്യ എന്ന് പറയുമ്പോൾ നമ്മൾ വല്ലപ്പോഴും കഴിക്കുന്നത്, അത് എൻജോയ് ചെയ്ത് കഴിക്കുക. സാമ്പാറും
ചോറും കൂട്ടി കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പായസം വന്നു. പായസപ്പഴവും പപ്പടവും കൂട്ടി നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോഴുള്ള ടേസ്റ്റ് ഉണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ, അപ്പാര ടേസ്റ്റായിരുന്നു. അങ്ങനെ നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്ത് കൈയുടെ ആ ഒരു ഇതൊന്നും നോക്കണ്ട കേട്ടോ, അതൊക്കെ സദ്യ കഴിക്കുമ്പോൾ വരുന്നതാണ്. അത് കഴിഞ്ഞിട്ട് പാൽപ്പായസം ഉണ്ടായിരുന്നു, പിന്നെ ചോറിൻ്റെ കൂടെ പുളിശ്ശേരി ഒഴിച്ചു, രസം ഒഴിച്ചു, ഇതെന്തായിരുന്നു, പച്ചമോരൊക്കെ കഴിച്ചിട്ടു. സൂപ്പറായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി പോകാനുള്ള ടൈമായി, ഞാൻ ചേച്ചിയൊക്കെ ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്ഥലം പരിചയമുള്ളവർ പറയണം കേട്ടോ. പിന്നെ ഞങ്ങൾ വേറെ ഞാൻ വേറെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തില്ല. വീട്ടിൽ പോയി കിടന്ന് ഭയങ്കര ക്ഷീണമായിരുന്നു, കിടന്നുറങ്ങി, കുട്ടികളൊക്കെ നോക്കി, അങ്ങനെയായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.